ഹലോ, ഇന്നൊരു പെട്ടെന്നൊരു മന്തി ആയാലോ. ഒരു സവാള, മല്ലിയില, പുതിന, ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ ക്യൂബ്. പിന്നെ മന്തി മസാലയ്ക്ക് വേണ്ടി കുറച്ച് പെപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകം അതൊരിത്തിരി എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, എല്ലാം ഒരു കൈ കണക്ക്. പിന്നെ മല്ലിപ്പൊടി, മല്ലിയെണ്ണക്കാട്ടി നല്ലത് മല്ലിപ്പൊടിയാണ്. പിന്നെ 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഉപ്പ്. ഇതെല്ലാം കൂടി നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യാം, കൈ വെച്ച് നല്ലോണം മിക്സ് ആക്കുക. പിന്നെ ഒരു മാഗി ക്യൂബ് ഇടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒണിയൻ, ഒരു സവാള കട്ട് ചെയ്ത്, ഒരു വലിയ സവാളയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. ഓരോന്നും ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ക്യാപ്സിക്കം അതിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില, പുതിന ഞാൻ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, ഒരു പിടിയൊക്കെ മതി. ഞാനിപ്പോൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ശരിക്കും പുതിന ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ മല്ലിയില അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ, ഏകദേശം ഒരു 1/2 കപ്പോളം ഓയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നല്ലോണം ചിക്കനിൽ മസാല പിടിക്കും. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. ഒരു 24 hours ഒക്കെ വെച്ചാൽ നല്ലതായിട്ട് മസാല പിടിക്കും കേട്ടോ. ഇല്ലെങ്കിൽ രാത്രി വെച്ചിട്ട് ഉച്ചയ്ക്ക് എടുക്കാവുന്ന രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസർ വേണ്ട. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിനെടുക്കാം. പുറത്തേക്ക് ഇട്ട് നോക്കുമ്പോൾ എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. പിന്നെ കുക്കർ വെച്ചു, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടോ. ഞാൻ അടി പിടിക്കേണ്ടാന്ന് വിചാരിച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഓരോ ചിക്കനെ നിരത്തി വെക്കാം. എല്ലാ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് മറ്റേ ബിരിയാണി കട്ടാട്ടോ. ശരിക്കും നമുക്ക് മറ്റേ മന്തി കട്ടാണ് പറയേണ്ടത്. ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാരണം കട്ടൊന്നും പറയാൻ പറ്റിയില്ല ഇക്കാലത്ത്. പിന്നെ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ വെച്ചു ഒരു വിസിൽ. ചിക്കൻ അവിടെ നിന്നാവട്ടെ, അപ്പോഴേക്കും നമുക്ക് റൈസ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ 2 കപ്പ് റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ 2 കപ്പിനെക്കാട്ടി നല്ലത് 3 കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അതൊന്ന് ചിക്കൻ ഓൾമോസ്റ്റ് ഒരു കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ വന്നപ്പോഴേക്കും ചിക്കനെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. മസാല അതിലിരുന്നോട്ടെ, ആ വെള്ളം അതിലിരുന്നോട്ടെ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലോണം മിക്സ് ആക്കിയിട്ട് ചിക്കനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഇട്ടിട്ടോ. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച്, കുറച്ച് ഓയിൽ തന്നെ മതി കേട്ടോ. ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാത്തിനെയും നിരത്തി വെക്കുക, ആ ഒരു മുരി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ റൈസിന് വേണ്ടി 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, അതാണ് കേട്ടോ മെഷർമെൻറ്റ്. ആ മസാലയിലേക്ക് തന്നെ റൈസിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. ഒരു വെളുത്തുള്ളി ഇട്ടിട്ട്, ഒരു കഷ്ണം ഒരു പൂണ്ട് വെളുത്തുള്ളി ചതച്ചിട്ടു. പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഇട്ടു. ഇനി ടേസ്റ്റ് കുറയണ്ടാന്ന് വിചാരിച്ച് സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാനിട്ട് കേട്ടോ. എന്നിട്ട് കുക്കറിൽ ഒരു വിസിൽ വയ്ക്കുക. കുറച്ച് നേരം ഞാൻ മൂടി വെച്ചിട്ടോ. പക്ഷെ മൂടി വെക്കണേക്കാട്ടി നല്ലത് ഒരു വിസിൽ വെക്കുന്നതാണ്. മൂടി വെച്ചിട്ട് എൻ്റെ റൈസ് ആയിട്ടുണ്ടായില്ല. അപ്പം ഞാനൊരു വിസിൽ വെച്ചു. ഓൾമോസ്റ്റ് റൈസ് കുക്കായിട്ടുണ്ട്. പിന്നെ ചിക്കൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു, സ്മോക്ക് ചെയ്തു. അത് സ്മോക്ക് ചെയ്തത് മാത്രം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല ശരിക്കും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ അതേമാതിരി ഉണ്ട്. പിന്നെ മയോണൈസ് കൂട്ടി